നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറിക്കിടയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ കൈനഗരി സ്വദേശി മാരാന്തറ 32 വയസ്സുള്ള സുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഡാൻസ് സബ് സ്ക്വാഡും കൊടകര CI PK ദാസ്, SI ഡെന്നി, ASI ഗോകുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് വണ്ടി ദേശീയപാതയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഓണക്കാലം ലക്ഷ്യമാക്കി വ്യാജമദ്യം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. 35 ലിറ്റർ വീതമുള്ള 79 കന്നാസുകളിലാക്കിയാണ് പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ചിരുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മണലിയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. ശനിയാഴ്ച രാവിലെ 8:45 സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട KSRTC അപകട സ്ഥലത്ത് നിന്ന് മാറ്റാത്തത് ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കിന് കാരണമായി. അരമണിക്കൂർ തീർക്കേണ്ട പ്രശ്നം 1.5 മണിക്കൂർ നീണ്ടതോടെ യാത്രക്കാർ വലഞ്ഞു. മണലി മുതൽ പുതുക്കാട് വരെയായിരുന്നു വാഹനനിര നീണ്ടത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ടോൾ കമ്പനിയും പോലീസും അലംഭാവം കാണിച്ചുവെന്നാണ് യാത്രക്കാരുടെ ആരോപണം. യാത്രക്കിടെ ട്രെയിനിൽ നിന്നും വയോധികയെ ചവിട്ടി വീഴ്ത്തി ബാഗുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞു. ദുരന്തത്തിൽ നിന്നും തലൂർ സ്വദേശിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് വെള്ളിയാഴ്ച പുലർച്ചെ 4:30 സംഭവം. സംഭവത്തിൽ തലൂർ വൈക്കാടൻ ജോസിന്റെ ഭാര്യ 64 വയസ്സുള്ള അമ്മിണിക്ക് പരുക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അമ്മിണി തലൂരിലെ വീട്ടിലെത്തി. സമ്പർക്കക്രാന്തി എക്സ്പ്രസ് സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ മുംബൈയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം. ബാഗിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും 8500 രൂപയും രേഖകളും നഷ്ടപ്പെട്ടു. അമ്മിണിക്കൊപ്പം സഹോദരൻ വരന്തരപ്പിള്ളി വെണ്ണാട്ടുപറമ്പിൽ വർഗീസും ഉണ്ടായിരുന്നു. മുംബൈയിൽ ഇവരുടെ സഹോദരി ഭർത്താവിന്റെ മരണാവശ്യത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇരുവരും. ട്രെയിൻ നീങ്ങി തുടങ്ങിയതോടെ കൂടെയുണ്ടായിരുന്ന വർഗീസ് ശുചിമുറിയിലേക്ക് പോയ തക്കത്തിനാണ് യുവാവ് അമ്മിണിയുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിച്ചത്. അമ്മിണി ഇത് ചെറുക്കാൻ ശ്രമിച്ചു. ബാഗിൽ നിന്നും പിടിവിടുന്നില്ലെന്നായതോടെ അമ്മിണിയെ മോഷ്ടാവ് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അമ്മിണി ബാഗിൽ പിടിവിടാതിരുന്നതോടെ മോഷ്ടാവും ബാഗിനൊപ്പം പുറത്തേക്ക് തെറിച്ചു വീണു. ട്രാക്കുകൾക്കിടയിലാണ് ഇവർ വീണത്. പിന്നാലെ തൊട്ടടുത്ത ട്രാക്കിലൂടെയും ട്രെയിൻ കടന്നുപോയി. സംഭവം നടന്നയുടൻ വർഗീസും മറ്റ് യാത്രക്കാരും ചേർന്ന് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. മോഷ്ടാവ് ബാഗുമായി കടന്നു കളഞ്ഞു. ട്രാക്കിൽ തലയിൽ മുറിവേറ്റ് ചോരയൊലിപ്പിച്ച് കിടന്നിരുന്ന അമ്മിണിയെ ഇതേ ട്രെയിനിൽ കയറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്നും പ്രഥമ ശുശ്രൂഷ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം വെള്ളിയാഴ്ച തന്നെ ബന്ധുക്കൾ ചേർന്ന് അമ്മിണിയെ വീട്ടിലെത്തിച്ചു. ഞാൻ 4:30 സമയം തൃശ്ശൂർ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആവാറാകുമ്പോഴേക്കും ഞാൻ സാധനങ്ങൾ ഡ്രസ്സുകളും ബാഗൊക്കെ ഒതുക്കി വെച്ച സമയത്ത് ഏത് വശത്തുനിന്നാന്ന് എനിക്കറിയില്ല. അയാൾ വന്ന് എൻ്റെ ബാഗ് എടുത്ത് ഓടാൻ നോക്കുമ്പോഴേക്കും ഞാൻ ബാഗ് പിടിച്ച വഴിക്ക് അയാള് ഇറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും ഞാൻ അയാളുടെ ഒപ്പം അയാളെ എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ട്രക്കിലേക്ക് വീണു. എന്നിട്ട് തലയൊക്കെ പൊട്ടി. അപ്പോഴേക്കും വേറെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് മാറുന്നവരൊക്കെ പറഞ്ഞു. ഈ ട്രെയിൻ പിടിച്ച് നിർത്തി ഈ ട്രെയിനിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അപ്പോഴേക്ക് അവരെന്നെ വലിച്ച് കയറ്റി ട്രെയിനിലേക്ക് തന്നെ കയറ്റി. അപ്പം കടമാനം ചോര വരുന്നുണ്ടായിരുന്നു. ഈ പൊട്ട് മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ വീണത്. നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോണും 8500 രൂപയും ആധാർ കാർഡും പിന്നെ അതിൽ എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അധ്യാപകനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന
ഡോക്ടർ MS മേനോന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച തൃശൂരിലെ MS മേനോൻ അനുസ്മരണ സമിതിയും ആമ്പല്ലൂർ എഴുത്തകവും സംയുക്തമായി ഞായറാഴ്ച കൊടകരയിൽ MS മേനോൻ അനുസ്മരണവും സാഹിത്യ വിചാരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MS മേനോൻ അധ്യാപക ജീവിതം നയിച്ച സ്ഥലം എന്ന നിലയിലാണ് കൊടകരയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നത്. കൊടകര നാഷണൽ ഹൈസ്കൂളിൽ NV കൃഷ്ണവാര്യർ ഉണ്ടായിരുന്ന 1944 കാലഘട്ടത്തിലാണ് MS മേനോൻ തന്റെ 19ാം വയസ്സിൽ സംസ്കൃത അധ്യാപകനായി ഇതേ സ്കൂളിൽ എത്തിയത്. 6 വർഷത്തോളം അദ്ദേഹം കൊടകരയിൽ അധ്യാപകനായി തുടർന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൊടകര GLP സ്കൂളിൽ നടക്കുന്ന ജന്മശതാബ്ദി പരിപാടി മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭാരതീയ ദർശനം, നൈതികമാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും. ED ഡേവിസ്, ഡോക്ടർ കവിത സോമൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി, MK ബാബു, MK ജോർജ്, MK ശിവശങ്കരൻ എന്നിവർ പങ്കെടുക്കും. എഴുത്തകം പ്രസിദ്ധീകരിക്കുന്ന NVയുടെയും രംഗനാഥനന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ കൂപ്പൺ വിതരണോദ്ഘാടനം ചടങ്ങിൽ V സജീവിന് നൽകി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ MS മേനോൻ അനുസ്മരണ സമിതി കൺവീനർ K സത്യനാഥൻ, ആമ്പല്ലൂർ എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, സെക്രട്ടറി K സുധാകരൻ, കൊടകര പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ് എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് ഭണ്ഡാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ, ശ്രീജിത്ത് കുരിച്ചിയത്ത്, ഷിനോജ് കോടാലി, സിജിൽ ചന്ദ്രൻ, രഹൻ പള്ളത്തേരി, ആദിൽ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി നട്ട വാഴകൃഷി വെള്ളത്തിലായതോടെ ദുരിതത്തിലായി കല്ലൂരിലെ കർഷകർ. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിൽ കുലച്ചതും കുലയ്ക്കാറായതുമായ ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത്. മഴ നേരത്തെ എത്തിയതോടെ മെയ് മാസം മുതൽ തുടങ്ങിയതാണ് വാഴ കർഷകരുടെ ദുരിതം. നേരത്തെ കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന് രോഗബാധ ഉണ്ടായി 1000-ഓളം വാഴകൾ നശിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ ഇക്കുറി കാറ്റിനെ പ്രതിരോധിക്കാൻ ആയിരങ്ങൾ ചിലവഴിച്ച് ഊന്നു നൽകി വാഴകൾ തമ്മിൽ പല ഭാഗങ്ങളിലേക്കും ബന്ധിപ്പിച്ച് പരസ്പരം കെട്ടിനിർത്തി. ഇതെല്ലാം തകർത്താണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ നാശം വിതച്ചത്. 15 മുതൽ 25 കിലോ വരെ തൂക്കം വരുന്ന വാഴക്കുലകളാണ് നശിച്ചത്. മൂപ്പെത്താത്തതിനാൽ കറിക്കായ വിപണി പോലും കിട്ടില്ലെന്ന് വാഴക്കർഷകനായ ജോസ് തേയിലക്കാടൻ പറയുന്നു. വാഴയിൽ ഒരു വാഴയുടെ അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു. വാഴയിൽ നമുക്ക് നിലയില്ലാത്ത നിലത്തിലാണ് വെള്ളം വന്നത്. ഗവൺമെന്റിൽ നിന്ന് വല്ലതും സഹായം കിട്ടി കഴിഞ്ഞാൽ ഒരു ആശ്വാസം. 5 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൃഷിയും രക്ഷപ്പെടാനില്ല. ആരെയും ഈ പാടത്ത് ഒരാളിലും കൃഷി രക്ഷപ്പെട്ടിട്ടില്ല. നേന്ത്രവാഴ കൃഷിക്കാർ മുഴുവൻ പരാജയത്തിലെ പോക്ക്. ഇനി അടുത്ത കൊല്ലം തൊട്ട് എന്ത് ചെയ്യുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതേമാതിരി കൃഷി ഇറക്കി കാശെല്ലാം ഇറക്കി കഴിഞ്ഞ് 10 രൂപ കൂടി വെട്ടിയെടുക്കുന്ന സമയത്താണ് ഇത് മുഴുവൻ പോണത്. അതിന് ഇപ്പോൾ ഏറ്റവും ബസ്സിലേക്കും പോകണമെങ്കിൽ ഊണിൻ്റെ കാശെങ്കിലും കയ്യിലാവുന്ന കണക്കാം. ആ സമയം ഏറ്റവും ബസ്സിലൊരു ചൊടിൽ വന്ന് ആകെ നശിച്ച് 1000-700 വാഴയോളം ഒടിച്ചു കളഞ്ഞു. അതിൽ നിന്ന് പിന്നെ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുതിയ ഉണക്കിയിട്ട് എല്ലാം ശരിയാക്കി കെട്ടിലും കവറിലും എല്ലാം കഴിച്ച സാധനമാണ്. ഇപ്പോൾ രണ്ടാമത് ഇത് നാശം വന്നു. ഒരു 1000 വാഴയോളം ഇപ്പോൾ ഓണത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിട്ട് ഓണം കഴിഞ്ഞിട്ട് കുറെ കിട്ടും. എന്നാലും ഓണം തേനി വാഴക്കന്ന് വെച്ചോടുകൂടി കേരളത്തിൽ നശിപ്പായിട്ട് നിൽക്കണം. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ പ്രദേശത്തെ കർഷകരായ ജോസ്, രാമൻകുട്ടി, ബെന്നി, മുരളി, വേണു തുടങ്ങി നിരവധി കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നിലം പൊത്തിയത്. തെങ്ങിൻ തൈ, ജാതി തുടങ്ങിയവയും നശിച്ചു. മനസ്സ് മടുത്തതായും കൃഷിരംഗത്ത് നിന്ന് പിന്മാറുന്ന കാര്യം പോലും ചിന്തിച്ചു പോവുകയാണെന്നും ജോസ് തേയിലക്കാടൻ പറയുന്നു. വെള്ളക്കെട്ടിലാണ് കൂടുതൽ നാശമുണ്ടായത്. മഴവെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകാതെ തോട്ടത്തിൽ തന്നെ കെട്ടിക്കിടന്ന് വാഴ ചീഞ്ഞുപോയി. ഇതുകൂടാതെ കാറ്റിലും ഒടിഞ്ഞു വീണിട്ടുണ്ട്. കുലച്ചതും കുലപ്രായമെത്തിയതുമായ വാഴകൾ നശിച്ചപ്പോൾ
കർഷകർക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ജാതികൃഷിക്കും മേഖലയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. 18 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ നിലനിന്ന് പോകുന്നതാ. ഇപ്പോൾ 18 മുതൽ ആ വെള്ളപ്പൊക്കം മുതൽ കൃഷിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ ഭയങ്കര വെള്ളപ്പൊക്കമായി, അത് വാഴയൊക്കെ പോയി. ഇത്തവണയും കാറ്റുമായിട്ടും അത് വെള്ളപ്പൊക്കമായിട്ടും എല്ലാം പരാജയത്തിലാണ്. ബാങ്ക് വായ്പ 2 ലക്ഷം ഉണ്ട്, അത് വീട്ടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അതൊക്കെ കയ്യിൽ നിന്നുണ്ടാക്കി വീട്ടേണ്ടി വരും. ഈ നിലയ്ക്ക് പോയി ഈ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് ഇത്തവണ കൂടുതൽ പേരും വാഴക്കൃഷി ഇറക്കിയത്. ആ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കൃഷി നശിച്ചതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഓണക്കാലത്ത് വാഴക്കുലകൾക്ക് വലിയ ഡിമാൻഡും ഏറിയ വിലയും വിപണിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണവിപണി അടുക്കുമ്പോഴേക്കും വാഴക്കുലകൾ വിപണിയിലെത്തിക്കാം എന്ന പ്രതീക്ഷയായിരുന്നു. അത്തരം പ്രതീക്ഷകളാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായത്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം പ്രവചനാതീതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകരെ കണ്ണീരിലാഴ്ത്തി. ലോണെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് അവരുടെ അധ്വാനം പാഴായി പോകുന്നത് ദയനീയ കാഴ്ചയാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകർ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള പൊടിപടലത്തിൽ ജനങ്ങൾ വലയുന്നു. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതും പൊടിപടലം ശമിപ്പിക്കാൻ വെള്ളം തളിക്കാത്തതുമാണ് രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണം. മഴ മാറി നിന്നാൽ ദേശീയപാത പൊടിയിൽ മുങ്ങും. രൂക്ഷമായ പൊടി ഉയർന്നിട്ടും പേരിനു മാത്രം വെള്ളം തെളിച്ച് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. കുഴികൾ നികത്താൻ പാറപ്പൊടിയും മണ്ണും നിരത്തിയ പാതകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴി കാണാനാകാത്ത രീതിയിൽ പൊടി ഉയരുകയാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യം അതിരൂക്ഷമാകും. മുന്നിലെ കാഴ്ച പോലും മറയ്ക്കുന്ന രീതിയിലാണ് പൊടിശല്യം. ഇരുചക്ര വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഓട്ടോറിക്ഷ, പിക്കപ്പ്, ടാക്സി, ടെമ്പോ സ്റ്റാൻഡുകൾ ഇല്ലാതായി. പാതയോരത്ത് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയാണ് ഇവർ ഓട്ടം കണ്ടെത്തുന്നത്. പൊടിശല്യം മൂലം ഇവർക്ക് വാഹനങ്ങളിലോ പാതയോരത്തോ തങ്ങാൻ കഴിയുന്നില്ല. ദേശീയപാതയോരത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ നിൽക്കാൻ കഴിയാതെ ഉടമകളും ജീവനക്കാരും വലയുകയാണ്. സാധനങ്ങൾ പൊടിപിടിച്ച് നശിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയ യന്ത്രസാമഗ്രികളും മറ്റും പൊടിയിൽ മുങ്ങി നശിക്കുകയാണെന്നും ജീവനക്കാർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും വ്യാപാരികൾ പറയുന്നു. 1 വർഷമായി ഈ ദുർഗതി. പലരും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. വലിയ വാടക നൽകി നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം പൊടിശല്യം ദുസ്സഹമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ പണി തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ചും മഴ മാറിയതിനു ശേഷം ഭയങ്കര പൊടിയാണ്. വളരെ വില പിടിച്ച മെഷീനൊക്കെ ഈ കാണുന്നത്. ഇതിനകത്തൊക്കെ പൊടി കയറി കഴിഞ്ഞാൽ സെൻസർ വർക്ക് ചെയ്യില്ല. 10-30 ലക്ഷം വരെയുള്ള മെഷീനൊക്കെ 3D വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടം കമ്പനിക്ക് വരുന്നത്. ഇത് ഇവിടെ നിറയെ പൊടിയുള്ള ഈ പൊടി എത്ര അടിച്ച് കാലത്തടിച്ച് നോക്കും. ഇത് കാലത്തടിച്ചതാണ്. വീണ്ടും സമയപ്പെടുത്തുന്ന പൊടി. അപ്പോൾ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയ പണി എപ്പോഴും ഈ ഭയങ്കര വെയിലുള്ള സമയങ്ങളിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ പൊടി നിൽക്കാതെ ഇത് നനച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ ആദ്യം സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവരെല്ലാം പോയി കൊടുക്കും, വണ്ടിക്ക് പോയി. അപ്പോൾ ദിവസം 2 പ്രാവശ്യം നനച്ചു കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവും. അതുപോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ വലിയ പണിയോടെ. അതുപോലെ ഞങ്ങളുടെ വരുന്ന വണ്ടിക്കാർക്കൊക്കെ വരെ ബുദ്ധിമുട്ട്. സ്റ്റാഫൊക്കെ നോക്കിയാൽ മാസ്ക് വെച്ച് നിൽക്കുന്നവരൊക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് കാത്തു നിൽക്കുന്നവരും പൊടിപടലത്തിൽ മുങ്ങുകയാണ്. വെയിലുദിച്ചാൽ മൂക്കും വായും അടച്ചുപിടിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥ. വെയിൽ മാറി മഴ വന്നാൽ കുണ്ടും കുഴിയും ചെളിയിലൂടെയുമുള്ള യാത്ര. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുകയും പൊടിപടലം ഉയരാത്ത തരത്തിൽ റോഡിൽ ഇടവിട്ട് വെള്ളം തെളിക്കണമെന്നുമാണ് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. മഴ പെയ്താൽ ചെളിക്കുളമാകുന്ന റോഡുകൾ, മഴ മാറി നിന്നാൽ രൂക്ഷമായ പൊടിശല്യം. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ ആമ്പല്ലൂർ മുതൽ പുതുക്കാട് വരെയുള്ള മേഖലയിൽ യാത്രക്കാരും വ്യാപാരികളും നേരിടുന്ന പ്രതിസന്ധിക്ക് സമാനതകളില്ല. വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന പൊടിശല്യമാണ് യാത്രക്കാർ നേരിടുന്നതെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ദേശീയപാതയോരത്തെ വ്യാപാരികൾ നേരിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തെളിക്കുന്ന പതിവ് ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നാണ് വ്യാപാരികളും യാത്രക്കാരും നിരന്തരം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9390 രൂപയും പവന് 75,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.